എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡെങ്കിപ്പനിയെക്കുറിച്ചാണ്. ഡെങ്കിപ്പനിയിലെ ലക്ഷണങ്ങൾ ഈസിഡ് കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണം. ഡെങ്കി വൈറസാണ് രോഗാണു. മനുഷ്യരിൽ രോഗാണു പ്രവേശിക്കുന്നതിൽ മുതൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെയുള്ള സമയദൈർഘ്യം 5 മുതൽ 8 ദിവസമാണ്. സാധാരണ ഡെങ്കിപ്പനി തിരിച്ചറിയാൻ സഹായിക്കുന്ന രോഗലക്ഷണങ്ങൾ തീവ്രമായ പനി, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, പേശികളിലും സന്ധികളിലും വേദന, നെഞ്ചിലും മൂക്കിലും അഞ്ചാമനി പോലെ തൊലിപ്പുറത്ത് ചുവന്ന തടിപ്പുകൾ, ഓക്കാനും ഛർദിയും. ഇനി തീവ്രമായ ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ: വിട്ടുമാറാത്ത അസഹനീയമായ വയറുവേദന, മൂക്കിൽ നിന്നും വായിൽ നിന്നും മോണയിൽ നിന്നും രക്തസ്രാവം, രക്തത്തോടു കൂടിയതോ ഇല്ലാതെ ഇട്ടുവിട്ടുള്ള ഛർദി, കറുത്ത നിറത്തിൽ മലം പോകുക, അമിതമായ ദാഹം, വായിൽ വരൾച്ച, നാഡിപിടിപ്പ് കുറയൽ, ശ്വാസോച്ഛ്വാസന വൈഷമ്യം, ചർമ്മം വിളറിയും ഈർപ്പമേറിയതോ ഒട്ടിപ്പിടിക്കുന്നതുമാകുക, അസ്വസ്ഥത, ബോധക്ഷയം. ഇനിയുള്ള ചികിത്സ: വൈറസ് രോഗമായതിനാൽ ഡെങ്കിപ്പനിക്ക് പ്രത്യേക മരുന്നില്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സ നൽകി വരുന്നു. യഥാസമയം ചികിത്സ ലഭിച്ചാൽ രക്ഷപ്പെടാവുന്നതാണ്. രോഗം സ്ഥിരീകരിച്ചാൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ഉത്തമം. ഗുരുതരമായ രോഗം ബാധിച്ച രോഗികൾക്ക് രക്തം, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് ചികിത്സ നൽകി വരുന്നു. ഡെങ്കിപ്പനിക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വർധനയ്ക്ക് പപ്പായയുടെ ഇല ഉത്തമമാണെന്ന് വാദം ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അനുഭവം പങ്കുവയ്ക്കൽ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. രോഗനിർണയം: അണുവിനെ വേർതിരിക്കലും തിരിച്ചറിയലും, മോളിക്കുലാർ പരിശോധനകൾ, സീറോളജിക്കൽ പരിശോധനകൾ എന്നിവയാണ്. രോഗനിയന്ത്രണം: കൊതുക് നശീകരണം ഉറപ്പാക്കുക, കൊതുകിൻ്റെ പ്രജനനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, കൊതുകടിയിൽ നിന്ന് പരമാവധി സംരക്ഷണം ഉറപ്പുവരിക, ടയർ, ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ മുതലായവ തുടങ്ങിയവയിൽ മഴവെള്ളം കെട്ടിനിന്ന് കൊതുകിൻ്റെ കൂത്താടികൾ പെരുകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.